നിങ്ങൾ ഈ മനുഷ്യനെ തൂക്കിലിടാൻ പോവുകയാണോ എന്നവൾ സഗൗരവം ക്ലോപ്പിനോട് ചോദിച്ചു. അതെ സഹോദരി, നീ അവനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നില്ലെങ്കിൽ. ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. തെണ്ടികൾ കുരുക്ക് കഴുത്തിൽ നിന്നൂരി കവിയെ പീഠത്തിൽ നിന്ന് താഴെ ഇറക്കി. അദ്ദേഹം ആ സ്റ്റൂളിൽ തന്നെ ഉറച്ചിരുന്നു പോയി. ഒരൊറ്റ വാക്കും സംസാരിക്കാതെ ഈജിപ്തിലെ ഡൂക്ക് ഒരു മൺകൂജ കൊണ്ടുവന്നു. ജിപ്സി പെൺകുട്ടി അത് ഗ്രീൻഷാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് നിലത്തേക്കിടുക എന്ന് പറഞ്ഞു. മൺകൂജ ഉടഞ്ഞു 4 കഷ്ണങ്ങളായി. ഈജിപ്തിലെ ഡൂക്ക് ഓരോ കൈ ഓരോരുത്തരുടെയും തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു: സഹോദര, ഇവൾ നിന്റെ ഭാര്യയാണ്. സഹോദരി, ഇവൾ നിന്റെ ഭർത്താവാണ്. 4 കൊല്ലത്തേക്ക്. ഒരു ചെറിയ മുറിയിൽ നമ്മുടെ കവിയും സുന്ദരിയായ എസ്മറൽഡയും. ഈ സംഭവം പൂർണ്ണമായും ഒരു മാന്ത്രിക പ്രവർത്തനം പോലെയായിരുന്നു. താൻ ഏതോ യക്ഷിക്കഥയിലെ നായകനാണെന്ന് അദ്ദേഹം സ്വയം വിചാരിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി അദ്ദേഹത്തെ ഗൗനിക്കുന്നതായി തോന്നിയില്ല. പദാർത്ഥങ്ങൾ ശരിക്ക് അടുക്കി വെച്ചും കോലാടിനോട് സംസാരിച്ചും അവൾ മുൻപോട്ടും പുറകോട്ടും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ മേശയുടെ അടുക്കൽ വന്നിരുന്നു. അവളെ കേശാദിപാദം സൂക്ഷിച്ചു നോക്കിക്കാണാൻ ഗ്രീൻഷാറിന് ഒരു നല്ല അവസരം കിട്ടി. ഗ്രീൻഷാർ ദിവാസ്വപ്നത്തിൽ ഉത്തരോത്തരം ആമഗ്നനായി. അവളുടെ ചലനങ്ങളെ നയനങ്ങൾ കൊണ്ട് അവക്തമായി അനുഗമിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ വിചാരിച്ചു: അപ്പോൾ ഇതാണ് ആ എസ്മറൽഡ. ഒരു ദിവ്യദൃഷ്ടി, ഒരു തെരുവുദാസി. എത്ര വലുത്, എത്ര ചെറുത്. ഇന്നുച്ചയ്ക്ക് മേൽ ഇവളായിരുന്നു എൻ്റെ നാടകത്തിൻ്റെ കലാശം കൊട്ടിയത്. ഇവൾ തന്നെയാണ് ഈ രാത്രിയിൽ എൻ്റെ ജീവനെ രക്ഷിച്ചത്. ഇവൾ എന്നെ ഇങ്ങനെ വിവാഹം ചെയ്തതുകൊണ്ട് അവൾക്കെന്നിൽ പ്രണയോന്മാദം പിടിപെട്ടിരിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു എന്നെനിക്കൊരു രൂപമില്ലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവായിരിക്കുന്നു. ഈ ആശയം മനസ്സിലും കണ്ണിലും ആവഹിച്ചുകൊണ്ട് അദ്ദേഹം വളരെ വികാരതരളിതമായ ഉല്ലാസത്തള്ളലോടുകൂടെ പെൺകുട്ടിയെ സമീപിക്കാൻ അവൾ പിന്നോട്ട് മാറി. നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്താണ് ആവശ്യം? പ്രിയപ്പെട്ട എസ്മറൽഡ, നീ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണ്. ആ ഈജിപ്തുകാരി അവളുടെ നീണ്ട മിഴികൾ നല്ലവണ്ണം മിഴിച്ച്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഗ്രീൻഷാറിന്റെ വികാരത്തിന് മേൽക്കുമേൽ തീവ്രത വർദ്ധിച്ചു. ആകെക്കൂടെ ആലോചിച്ചാൽ അത്ഭുതാങ്കണത്തിലെ മറ്റൊരു ഗുണവിശേഷം മാത്രമായിരിക്കും ഈ നാട്യമെന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു: എൻ്റെ ഓമനയായ പ്രിയേ, ഞാൻ നിന്റെ ഭർത്താവല്ലേ? നീ എൻ്റെ ഭാര്യയുമല്ലേ? ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം സ്നേഹത്തോടെ തൻ്റെ കൈകൾ കൊണ്ട് അവളുടെ അരയ്ക്ക് ചുറ്റി പിടിച്ചു. ആ ബൊഹീമിയൻ യുവതിയുടെ വസ്ത്രാഭരണങ്ങൾ ഒരാരകനെ പോലെ അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിലൂടെ വഴുതിപ്പോയി. മുറിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ചാടിയെത്തിയിട്ട് അവൾ നിലകൊണ്ടു. എന്നിട്ട് തലകിളർത്തി അവളുടെ കയ്യിൽ ഒരു ചെറിയ കടാരിയുണ്ട്. അതെവിടെ നിന്ന് വന്നു എന്ന് ഗ്രീൻഷാറിന് കാണാൻ സാധിച്ചില്ല. അവളുടെ ചുണ്ടു വീർത്തും നാസാരന്ധ്രങ്ങൾ വിടർന്നും കവിളുകൾ പഴുക്കാ പോലെ ചുവന്നും കണ്ണുകൾ മിന്നൽ വർഷിച്ചു വരുന്നു. ഇതേ സമയത്ത് ആ കൊച്ചു വെള്ള കോലാട് അവളുടെ മുമ്പിൽ ആക്രമണത്തിന് തയ്യാറായി. ഗ്രീൻഷാറിന്റെ നേർക്ക് വളരെ മനോഹരമല്ലെങ്കിലും വളരെ മൂർച്ചയുള്ള പൊന്നണിക്കൊമ്പുകൾ കാട്ടി നിലയുറപ്പിച്ചു. ഇതെല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സംഭവിക്കുകയുണ്ടായി. നമ്മുടെ തത്വജ്ഞാനി സ്തംഭിച്ചു നിന്നുപോയി. ആടിനെയും അതിൻ്റെ യജമാനത്തെയും മാറി മാറി നോക്കി. ഒടുവിൽ ആശ്ചര്യം അല്പം ശമിച്ച് സംസാരിക്കാറായപ്പോൾ അദ്ദേഹം പറയുകയായി: എന്നാൽ പിന്നെ എന്തിനാണ് നീ എന്നെ ഭർത്താവായി സ്വീകരിച്ചത്? നിങ്ങളെ തൂക്കിക്കൊല്ലാൻ ഞാൻ സമ്മതിക്കണമായിരുന്നു. അപ്പോൾ എന്നെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാനല്ലാതെ എന്നെ വിവാഹം ചെയ്യുന്നതിൽ നിനക്ക് മറ്റൊരു ഉദ്ദേശവുമില്ലായിരുന്നു.
മറ്റെന്തുദ്ദേശം എനിക്കുണ്ടാകാമായിരുന്നു എന്നാണ് നിങ്ങൾ ഊഹിക്കുന്നത്? ഗ്രീൻ ഷാർ ചുണ്ടു കടിച്ചു. പോട്ടെ, ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ വിജയമൊന്നും അനുരാഗ കാര്യങ്ങളിൽ എനിക്കില്ലായിരിക്കും. എന്നാൽ പിന്നെ ഈ മൺകൂജ ഉടച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് അദ്ദേഹം സ്വയം ചോദിച്ചു. ഈ സമയം അത്രയും എസ്മറൽദായുടെ കടാരിയും കോലാടിൻ്റെ കൊമ്പുകളും പ്രതിരോധ സന്നദ്ധമായി തന്നെ തുടരുകയായിരുന്നു. കവി വിളിച്ചു പറഞ്ഞു, ശ്രീമതി എസ്മറൽദ, നമുക്ക് രാജി അയക്കാം. ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്തുകയില്ല. ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു, നിന്റെ അനുവാദവും സമ്മതവും കൂടാതെ നിന്നെ സമീപിക്കുക പോലുമില്ല. നിന്നെ സന്തോഷിപ്പിക്കാൻ ഒരാൾ എങ്ങനെയുള്ളവനായിരിക്കണം? പുരുഷനായിരിക്കണം. അപ്പോൾ ഞാൻ ആരാണ്? ഒരു പുരുഷന് തലയിൽ ഉരുക്കുതൊപ്പിയും കയ്യിൽ വാളും ഉപ്പുകുറ്റിയിൽ പൊൻസൂചികളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുതിരയില്ലാത്ത ഒരുത്തന് പുരുഷനാകാൻ കഴിയില്ല അല്ലേ? ആട്ടെ, നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? താമസിയാതെ അതെനിക്കറിയാറാകും. എന്നെ തന്നെ സ്നേഹിക്കാൻ എന്താ വിരോധം? അവൾ അദ്ദേഹത്തെ സഗൗരവം നോക്കിയിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ കഴിയുന്ന പുരുഷനെ അല്ലാതെ മറ്റാരെയും എനിക്കൊരിക്കലും സ്നേഹിക്കാൻ സാധ്യമല്ല. ഗ്രീൻ ഷാർ മഞ്ഞളിച്ചു. ഈ ശരം തൻ്റെ നേർക്കാണ് തൊടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നിശ്ചയം വന്നു. 2 മണിക്കൂർ മുമ്പ് അപകടസദ്യയിൽ അകപ്പെട്ടിരുന്ന അവൾക്ക് അദ്ദേഹം നൽകിയ ചെറിയ സഹായത്തെയാണ് അവൾ പരാമർശിച്ചതെന്നും സ്പഷ്ടമായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ, കാസിമോദോയുടെ പിടിയിൽ നിന്നും നീ എന്തുപായത്തിലാണ് രക്ഷപ്പെട്ടത്? അയ്യോ, ആ ഭയങ്കര കൂരൻ എന്ന് പറഞ്ഞു അവൾ 2 കൈകൊണ്ടും മുഖം പൊത്തി. വാസ്തവത്തിൽ ഭയങ്കരം തന്നെ എന്ന് ആശയഗതി വിടാതെ ഗ്രീൻ ഷാർ തുടർന്നു. പക്ഷെ അവിടെ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെട്ടു? എസ്മറൽദ പുഞ്ചിരിച്ചു, നെടുവീർപ്പിട്ടു. പക്ഷെ മറുപടി പറഞ്ഞില്ല. തൻ്റെ ചോദ്യത്തിലേക്ക് വളഞ്ഞ വഴിയെ മടങ്ങിയെത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഗ്രീൻ ഷാർ ചോദ്യം തുടർന്നു. അവൻ എന്തിനാ നിന്റെ പുറകെ വന്നതെന്നറിയാമോ? എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളും എൻ്റെ പിന്നാലെ വന്നല്ലോ. അതെന്തിനായിരുന്നു? പരമാർത്ഥം പറഞ്ഞാൽ എനിക്കും രൂപമില്ല എന്ന് ഗ്രീൻ ഷാർ ഉത്തരം പറഞ്ഞു. പിന്നീട് 2 പേരും മൗനമായിരുന്നു. ഗ്രീൻ ഷാർ പിച്ചാത്തിയെടുത്ത് മേശപ്പുറത്ത് വരയാൻ തുടങ്ങി. പെൺകുട്ടി പുഞ്ചിരി തൂങ്ങി. അവൾ ഭിത്തിയിൽ മറ്റെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നി. പിന്നീട് അവൾ തൻ്റെ ജാലിയെ ഓമനിച്ചു. ഇത് മനോഹരമായൊരു ആടാണല്ലോ എന്ന് ഗ്രീൻ ഷാർ പ്രസ്താവിച്ചു. അതെൻ്റെ പെങ്ങളാണ് എന്നവൾ മറുപടി പറഞ്ഞു. നിന്നെ ലാ എസ്മറൽദ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിഞ്ഞുകൂടാ. അവൾ മാറത്തു നിന്നും ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ സഞ്ചി വെളിക്കെടുത്തു. ഒരു ചെറിയ ചുവന്ന പളങ്കുകൾ കൊണ്ടുള്ള ഒരു മാലയിൽ കോർത്തിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും കർപ്പൂരത്തിൻ്റെ മണം ശക്തിയായി പാറിക്കൊണ്ടിരിക്കുന്നു. സഞ്ചി പച്ചപ്പട്ടുകൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ നടുവിൽ മരതകരത്നം പോലെ പച്ച നിറത്തിലുള്ള സ്ഫടികം കൊണ്ടുണ്ടാക്കിയ ഒരു രുദ്രാക്ഷമുണ്ട്. ആ സഞ്ചി എടുക്കാൻ ഗ്രീൻ ഷാർ കൈനീട്ടി. എന്നാൽ അവൾ അതും കൊണ്ട് പുറകോട്ട് ഞെട്ടിമാറി. അത് തൊട്ടുപോകരുത്, അതൊരു രക്ഷയാണ്. രക്ഷ നിങ്ങൾക്കോ നിങ്ങൾ ആ രക്ഷയ്ക്കോ ദോഷം ചെയ്തേക്കാം. കവിയുടെ ജിജ്ഞാസ ഉത്തരോത്തരം പ്രലോഭിതമായി. ആരാണിത് നിനക്ക് തന്നത്? വിരൽ കൊണ്ട് വായ്പൊത്തിക്കൊണ്ട് അവൾ ആ രക്ഷായന്ത്രം വീണ്ടും മാറിലണിഞ്ഞു. അദ്ദേഹം വീണ്ടും പല ചോദ്യങ്ങളും ചോദിച്ചു നോക്കി. ഒന്നിനും ഉത്തരം കിട്ടിയില്ല. ലാ എസ്മറൽദ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എനിക്കറിഞ്ഞുകൂടാ. അതേത് ഭാഷയാണ്? ഈജിപ്തിലെ ഭാഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഫ്രാൻസുകാരിയല്ലേ? എനിക്കറിഞ്ഞുകൂടാ. നിന്റെ അച്ഛനമ്മമാർ ജീവിച്ചിരിപ്പുണ്ടോ? പെട്ടെന്ന് അവളുടെ മുഖം വിവർണമായി.